ഇതിപ്പോ ഈ രാജിക്കത്ത് കൊടുത്തത് ഫെബ്രുവരി 21 മെയിൽ വന്നത്. പക്ഷെ 22 തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പൊ രാജിവെക്കരുത്, GS ഇവിടുത്തെ ജനറൽ സെക്രട്ടറി തിരിച്ചയച്ചിട്ടുണ്ട്. രാജിവെക്കരുത്, ജനറൽ ബോഡി വരെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അയച്ചത് ഡെലിറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2 ഞങ്ങളുടെ EC മീറ്റിങ്ങിലും ഇത് പറഞ്ഞിട്ടില്ല, രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12 EC മീറ്റിങ്ങിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിൽ ഇട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ല. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ല, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന